വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശശീന്ദ്രകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ട്രെയിനിൽ വന്നു, പിന്നെ പരിപാടികൾക്ക് പോയി, റെയിൽവേ സ്റ്റേഷനിൽ കയറി ആദ്യത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ഇടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആണ് ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവർ മുന്നിലേക്ക് ചാടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇരയൊക്കെ കാണുമ്പോൾ ഒരു പുലി പതുങ്ങിയിരുന്നിട്ട് ആക്രമണം നടത്തുന്നത് പോലെയാണ്. പിന്നീട് ഞാൻ ഇന്നലെ അതിന്റെ ഇത് കണ്ടു. അതായത് എത്തി നോക്കുന്നു, വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, അതിനുശേഷം ഒരു അതുപോലെയാണ് ചാടി വീഴുന്നത്. അപ്പൊ ആദ്യം ഒരാൾ വന്നു കരിങ്കുടിയുമായിട്ട്. ആ കരിങ്കുടിയുമായിട്ട് വന്ന ആളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ സ്വാഭാവികമായിട്ട് പോയി. കാരണം കരിങ്കുടിയുമായിട്ട് വന്നാണല്ലോ. അപ്പൊ ഇവർക്ക് കരിങ്കുടി കാണിക്കാനാണെങ്കിൽ അവിടെ നിന്ന് കാണിക്കാമല്ലോ. ഇതങ്ങനെയല്ലല്ലോ, ഇതൊരു കുതിച്ചെത്തുകയാണ്. അപ്പൊ രണ്ടാമത്തെ ആള് ഇതിനുള്ളിലൂടെ, ഈ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്, എൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ കാണുന്നത് ഇതൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാമറകളാണല്ലോ, അല്ല ഇവർക്ക് വേണ്ടി എടുക്കാൻ വന്നിട്ടുള്ള ഫോണുകളും ക്യാമറകളും ഒക്കെ ആണല്ലോ ഈ അവിടെ നിന്ന ആളുകൾ, അതായത് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നവർ. അപ്പൊ അവരുടെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിലും ഇത് വന്നിട്ടുണ്ട്. ഇയാൾ അകത്തേക്ക് വന്നിട്ട് എന്റെയും ആ വനിതാ പോലീസ് ഓഫീസറിന്റെ അടുത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ദേഹം വേദനിച്ചു. ദേഹം വേദനിച്ചിട്ടുള്ള എന്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ എഡിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതുവഴി നടക്കുമ്പോ എന്റെ തൊട്ട് മുന്നിൽ എന്റെ അടുത്തേക്ക് ഇവർ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഓടി വരികയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. അതായത് എനിക്ക് ജീവിക്കണ്ടേ?